6 മണിയുടെ അലാറം കേട്ടിട്ടാണ് നിദ്ര കണ്ണു തുറക്കുന്നത്. അവൾ എഴുന്നേൽക്കാൻ നോക്കിയെങ്കിലും ആവുന്നില്ല. ഷോണിൻ്റെ കൈകൾ അവളുടെ വയറിലൂടെ വിരിഞ്ഞു ചുറ്റിയിരിക്കുന്നു. ഉറക്കത്തിനിടയിലും അവളെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തതുപോലെ അവൾ ചെറുതായി തല തിരിച്ചു നോക്കി. അവൻ ഇപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. അല്പം ചിതറിയ മുടിയും ശാന്തമായ മുഖവും. ഉറക്കത്തിനിടയിലും അവൻ്റെ നെറ്റിയിൽ പതിഞ്ഞിരുന്ന ആ സമാധാനം കണ്ടപ്പോൾ നിദ്രയ്ക്ക് അറിയാതെ ഒരു ചെറിയ പുഞ്ചിരി വന്നു. തറയിൽ ഷീറ്റ് വിരിച്ച് കിടന്നിരുന്ന താനും അവനും എങ്ങനെ ഈ ബെഡിലെത്തി? അവൾ ചിന്തിക്കാതിരുന്നില്ല. അലാറം പിന്നെയും ശബ്ദിച്ചു കൊണ്ടേയിരുന്നു. അവൾ ഒരുവിധം അവൻ്റെ കൈയെടുത്ത് മാറ്റി എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്ത് ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ നേരാണ് ഷോൺ അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിടുന്നത്. ഇച്ചായ, നിദ്ര ചെറുതായി വിളിച്ചു. പക്ഷെ മറുപടിയായി അവൻ കണ്ണു തുറന്നില്ല. ഉറക്കത്തിനിടയിലും അവൻ്റെ കൈ വീണ്ടും അവളുടെ അരയിലൂടെ ചുറ്റി അവളെ തന്നോടടുപ്പിച്ചു. ഇത്രയും നേരത്തെ നീ ഇതെങ്ങോട്ടാ പോകുന്നത്? ഉറക്കത്തിൻ്റെ മയക്കത്തിൽ കലർന്ന ശബ്ദം അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തു വന്നു. നിദ്രയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അലാറം അടിച്ചല്ലോ, എഴുന്നേൽക്കണം, അവൾ ശബ്ദം കുറച്ചു പറഞ്ഞു. ഷോൺ കണ്ണുകൾ പോലും തുറക്കാതെ ചെറുതായി തല കുലുക്കി. ഒരു 5 മിനിറ്റ് കൂടി കിടന്നിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവളുടെ തോളിൽ മുഖം ചായ്ച്ചു. നിദ്രക്കറിയാതെ ചിരി വന്നു. 5 മിനിറ്റ് എന്നും പറഞ്ഞിട്ടേ ഇപ്പോഴൊന്നും വിടില്ലെന്നറിയാം. ദേ, ഇന്നും മമ്മിയുടെ കയ്യിൽ നിന്നും എനിക്ക് വഴക്ക് വാങ്ങിച്ചു തരാനാ? എന്നാ പിന്നെ ഒരു ഉമ്മ തന്നിട്ട് പൊയ്ക്കോ. അത് പറയുന്നതിനിടയിൽ അവൻ്റെ പിടി അല്പം കൂടി മുറുകി. അവൻ്റെ നെഞ്ചിൻ്റെ താളം കാതിനരികിൽ വ്യക്തമായി കേൾക്കുന്നുണ്ട്. നിദ്ര കുറച്ച് നിമിഷം നിശബ്ദയായി കിടന്നു. ഇന്നലെ രാത്രി തറയിൽ ഷീറ്റ് വിരിച്ച് കിടന്നതും അവൻ തൻ്റെ അരികിലേക്ക് വന്നതും പുതപ്പിനുള്ളിൽ കൂടി അവൻ തൻ്റെ ചുണ്ടുകൾ കവർന്നതും എല്ലാം കൂടി ഓർത്ത് മുഖത്തൊരു ചെറു നാണപ്പുഞ്ചിരി തെളിഞ്ഞു. ഇച്ചായ, അവൾ വീണ്ടും ചെറുതായി വിളിച്ചു. വിടൂ, നേരായി. ഷോൺ ഒരു കണ്ണ് മാത്രം പാതി തുറന്ന് അവളെ നോക്കി. ഉറക്കത്തിൻ്റെ മയക്കത്തിലും ചുണ്ടിലൊരു ചെറു പുഞ്ചിരി കാണാം. അതെ, ഉമ്മ കിട്ടിയില്ല? അവൻ കുഞ്ഞുപോലെ വീണ്ടും ചോദിച്ചു. അന്നേരം നിദ്ര അവൻ്റെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. മതി, ഇനി വിട്. ഷോൺ ഉടനെ കണ്ണു തുറന്ന് ചെറുതായി മുഖം ചുളിച്ചു. ഇത് ചീറ്റിംഗ് ആണല്ലോ. ഞാൻ പറഞ്ഞതേ ഇവിടെയാ എന്ന് പറഞ്ഞ് തൻ്റെ ചുണ്ടിലേക്ക് വിരൽ ചൂണ്ടി. ഇച്ചായ എന്ന് വിളിച്ച് നിദ്ര നാണത്തിൽ അവൻ്റെ നെഞ്ചിലേക്ക് ചെറുതായി അടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ച് വീണ്ടും തന്നിലേക്ക് അടുപ്പിച്ചു. ശരി ശരി, ഇപ്പോൾ പോയിക്കോ. പക്ഷേ ഇതിൻ്റെ പലിശയും കൂടി ചേർത്തേ, പിന്നീട് ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഷോൺ അവളിൽ നിന്നുള്ള പിടി അയച്ചതും നിദ്ര മാറിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് ഓടി. ഷോൺ നേർത്തൊരു പുഞ്ചിരിയോടെ തലയണ ഇറുകെ പുണർന്നു അവളുടെ പോക്ക് നോക്കി നിന്നു. നിദ്ര പെട്ടെന്ന് കുളിച്ചു റെഡിയായി വന്നു. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി ടവലിലൊന്ന് തുടച്ച് സാവധാനത്തിൽ വിരലുകൾ കൊണ്ട് ഒതുക്കുകയായിരുന്നു അവൾ. കുളിച്ചെത്തിയതിൻ്റെ പുതുമ അവളുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. ഇളം നിറത്തിലുള്ള കുർത്തിയും പലാസോ പാൻറ്റും ധരിച്ചവൾ കണ്ണാടിയിലേക്ക് നോക്കി ചെറിയൊരു പൊട്ടെടുത്ത് നെറ്റിയിൽ വെച്ചു. നെറുകയിൽ സിന്ദൂരം ചാർത്തി. ബെഡിൽ തലയണ പുണർന്നു കിടന്നിരുന്ന ഷോൺ അവളെ നോക്കിക്കൊണ്ടിരുന്നു. കണ്ണുകളിൽ ഒരു ചെറിയ കുസൃതിയും ഒപ്പം ചിരിയും. ഇത്ര പെട്ടെന്ന് റെഡിയായോ? ഉറക്കത്തിൻ്റെ നേരിയ കനം കലർന്ന ശബ്ദത്തിൽ അവൻ ചോദിച്ചു. നിദ്ര കണ്ണാടിയിൽ കൂടി തന്നെ അവൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി ചെറുതായി ചുണ്ടു കോർത്തു. ഇച്ചായൻ കിടന്നു ഉറങ്ങിക്കോളൂന്നേ, മുടി പിന്നിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. ഷോൺ ഒരു ദീർഘനിശ്വാസം വിട്ട് എഴുന്നേറ്റ് കട്ടിലിൻ്റെ അരികിലിരുന്നു. ഇത്ര സുന്ദരിയായി എൻ്റെ ഭാര്യ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ വീണ്ടും ഉറങ്ങും? അവൻ ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും നിദ്രയുടെ കവിളുകൾ ചെറുതായി ചുവന്നു. രാവിലെ തന്നെ തുടങ്ങിയോ? അവൾ പിറുപിറുത്തു. വല്ലാത്ത ഭാവത്തിൽ തൻ്റെ അരികിലേക്ക് വരുന്നവൻ്റെ നീക്കം മുൻകൂട്ടി കണ്ട അവൾ ഡോർ തുറന്ന് മുറിയിൽ നിന്ന് ഓടി. നിന്നെ ഞാനേ പിന്നെ എടുത്തോളാടി, അവളുടെ പോക്ക് നോക്കിക്കൊണ്ട് ഷോൺ പറഞ്ഞു. അവൻ വാഷ്റൂമിലേക്ക് നടന്നു. നിദ്ര പടികളിറങ്ങി താഴേക്കും. സമയം 6:30 ആയിരിക്കുന്നു. അടുക്കളയിൽ ഒച്ചയോ അനക്കോ ഇല്ലല്ലോ. മമ്മി എഴുന്നേറ്റില്ലേ എന്ന് മനസ്സിൽ പറഞ്ഞു നിദ്ര അങ്ങോട്ട് നടന്നു. ഊഹം തെറ്റിയില്ല, സാറ അടുക്കളയിൽ ഇല്ലായിരുന്നു. ഇപ്പം എന്താ ചെയ്യുക? എന്തായാലും കോഫി ഉണ്ടാക്കാം, അവൾ മനസ്സിൽ പറഞ്ഞു. ഇന്നലെ സാറ കോഫി ഉണ്ടാക്കി മഗ്ഗിൽ ഒഴിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. അവൾ ഗ്യാസ് ഓൺ ചെയ്തു. സോസ് പാനിൽ വെള്ളം തിളക്കാനായി വെച്ചു. ഫ്രിഡ്ജ് തുറന്ന് പാലിൻ്റെ പാക്കറ്റും എടുത്ത് പൊട്ടിച്ചൊഴിച്ചു. കോഫി പൗഡറും പഞ്ചസാരയും ചേർത്ത് പെട്ടെന്ന് കോഫി ഉണ്ടാക്കി. ശേഷം അത് ചൂട് നിൽക്കുന്ന ഒരു മഗ്ഗിലേക്ക് ഒഴിച്ചു.
ഒരു കപ്പിലേക്ക് കോഫി പകർന്നവൾ കിച്ചണിലെ ടേബിളിൻ്റെ അരികിൽ ചെന്ന് ഒരു കസേര വലിച്ചിട്ട് കോഫി കുടിക്കാൻ തുടങ്ങി. ആ നേരത്താണ് സാറ അങ്ങോട്ട് കയറി വരുന്നത്. നിദ്രയുടെ നോട്ടം സാറയിലേക്ക് നീണ്ടു. ഗുഡ് മോർണിംഗ് മമ്മി. സാറയ്ക്ക് നേരെ പുഞ്ചിരി നൽകിക്കൊണ്ട് നിദ്ര പറഞ്ഞു. ഗുഡ് മോർണിംഗ്. സാറ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. മമ്മി, ഞാൻ കോഫി ഉണ്ടാക്കി മഗ്ഗിലൊഴിച്ചിട്ടുണ്ട്, ഇനി വേറെ ഉണ്ടാക്കണ്ടട്ടോ. സാറ സോസ് പാൻ എടുത്ത് കോഫി ഉണ്ടാക്കാൻ ഒരുങ്ങുന്നത് കണ്ടതും നിദ്ര പറഞ്ഞു. താൻ വരുന്നതിന് മുൻപ് നിദ്ര അടുക്കളയിൽ കയറി കോഫി ഇട്ടതേ സാറയ്ക്ക് ഇഷ്ടമായില്ല. അതിൻ്റെ കൂടെ തന്നോട് ചോദിക്കാതെ എല്ലാവർക്കുള്ള കോഫി കൂടി ഉണ്ടാക്കിയെന്നത് സാറയെ ചൊടിപ്പിച്ചു. ഉള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ കപ്പിൽ കോഫി എടുത്ത് ഒരു കസേര വലിച്ചിട്ട് നിദ്രയ്ക്ക് ഓപ്പോസിറ്റായി ഇരുന്ന് കോഫി കുടിക്കാൻ തുടങ്ങി. മമ്മി, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുന്നത്? ദോശയാണെങ്കിലേ ഞാൻ ഉണ്ടാക്കാം. മമ്മിക്ക് വയ്യാത്തല്ലേ, മമ്മി പോയി കിടന്നോ. നീ എന്നെ കിടത്താൻ നോക്കല്ലേ നിദ്ര. അതെ, അടുക്കള ഭരണം ഞാൻ ആർക്കും കൈമാറിയിട്ടൊന്നുമില്ല. രാവിലെ അടുപ്പ് പുകയുന്നതേ എൻ്റെ കൈകൊണ്ടായിരിക്കണം എന്നതേ എനിക്ക് നിർബന്ധമാണ്. ഇന്നിപ്പോൾ പതിവ് തെറ്റിയില്ലേ? നിദ്രയ്ക്ക് ഞാൻ വരുന്നത് വരെ കാത്തു നിൽക്കായിരുന്നില്ലേ? സാറയുടെ സ്വരത്തിൽ ഇഷ്ടക്കേട് കലർന്നിരുന്നു. സാറയത് പറഞ്ഞതും നിദ്രയുടെ മുഖം വാടി. സോറി മമ്മി, എനിക്കറിയില്ലായിരുന്നു. ശരി, ഇനി ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 7 മണി ആയതല്ലേ ഉള്ളൂ. ഭക്ഷണം ഉണ്ടാക്കാൻ ഇനിയും സമയമുണ്ട്. ഇവിടെ ആർക്കും തിരക്കൊന്നുമില്ല. നിദ്ര ഒരു കാര്യം ചെയ്യ്, വെയിൽ വരുന്നതിന് മുൻപ് ആ മുറ്റം അടിച്ചു കോരിയേക്ക്. സാറേത് പറഞ്ഞതും നിദ്ര നേർത്തൊരു പുഞ്ചിരിയോടെ തലയനക്കി അടുക്കള വാതിൽ വഴി പുറത്തേക്ക് നടന്നു. കുറ്റിച്ചൂലെടുത്ത് ആദ്യം അടുക്കള മുറ്റം അടിച്ചു വാരി, പിന്നീട് വീടിൻ്റെ 4 സൈഡും അടിച്ചു തുടങ്ങി. ഷോൺ തൻ്റെ വർക്കൗട്ട് റൂമിലെ ബാൽക്കണിയിൽ നിൽക്കുമ്പോഴാണ് മുറ്റം അടിച്ചു നിൽക്കുന്ന നിദ്രയെ കാണുന്നത്. ഇവൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇതിനാണോ രാവിലെ എഴുന്നേറ്റ് ഓടിയത്? അവൻ പിറുപിറുത്തു. മമ്മി ശരിക്കും നിദ്രയ്ക്ക് പണി കൊടുക്കുകയാണല്ലോ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഷോൺ മനസ്സിൽ പറഞ്ഞു. അവനൊരു നിമിഷം അവളെ നോക്കി നിന്നു. നിദ്ര ക്ഷീണത്തോടെ ഒന്ന് മൂരി നിവർന്ന് ആഞ്ഞൊരു ശ്വാസം എടുത്തു. അത് കണ്ടപ്പോൾ അവനെന്തോ വിഷമം തോന്നി. അവൻ അകത്ത് നിന്ന് ഒരു പേപ്പറും പേനയും എടുത്തു വന്ന് അതിലെന്തോ എഴുതി ചുരുട്ടിക്കൂട്ടി അവളുടെ മേലേക്ക് എറിഞ്ഞു. നിദ്ര ഒന്ന് ഞെട്ടി ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. നെറ്റി ചുളിച്ച് താഴെ വീണിരുന്ന ചുരുട്ടിയ പേപ്പർ എടുത്ത് തുറന്നു. അതിൽ ഐ ലവ് യു എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും ഇതാരായിപ്പോ എന്ന പോലെ വെപ്രാളത്തോടെ ചുറ്റും നോക്കി. ഇതെവിടെ നിന്ന് വന്നു എന്ന പോലെ ചുറ്റും നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അയൽവക്കത്ത് നിന്ന് ആരെങ്കിലും എറിഞ്ഞതാണോ? നിദ്ര ചിന്തിക്കാതിരുന്നില്ല. ഇതെങ്ങാനും ഇച്ചായം കണ്ട അത് മതി. നിദ്രയുടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കണ്ട് ഷോൺ ചിരി കടിച്ചു പിടിച്ചു. അവൻ മറ്റൊരു പേപ്പർ എടുത്ത് എന്തോ എഴുതി അതുപോലെ എറിഞ്ഞു. അവളത് കയ്യിലെടുത്ത് തുറന്നു. ജോലി നിർത്തി 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, ഡോക്ടറുടെ ഓർഡറാണ്. അത് വായിച്ചതും അവളുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. ഡോക്ടറോ? അവൾ പിറുപിറുത്തുകൊണ്ട് ചുറ്റും നോക്കി. അന്നേരം മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ഷോൺ കൈകൾ നെഞ്ചോട് ചേർത്ത് ചാരി നിന്ന് അവളെ നോക്കുന്നത് കണ്ടു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഓർഡർ വായിച്ചില്ലേ? അവൻ ചെറുതായി വിളിച്ചു ചോദിച്ചു. നിദ്ര ഒന്ന് കണ്ണുരുട്ടി. ഇവിടെ ഞാൻ പണി ചെയ്യുമ്പോൾ ഇച്ചായി മുകളിൽ നിന്ന് കമാൻഡ് തരുവാണോ? കമാൻഡല്ല, കെയറിങ്. അവൻ ചിരിച്ചു. രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞേ? മമ്മിയോ? നിദ്ര മറുപടി പറഞ്ഞില്ല. ആ മൗനത്തിലുണ്ടായിരുന്നു അതിനുത്തരം. അതെ, ഇന്ന് തന്നെ മുറ്റം മുഴുവൻ അടിക്കേണ്ട കാര്യമില്ല. മുറ്റം അവിടെ തന്നെ ഉണ്ടാവും, എങ്ങും പോയില്ല. ബാക്കി നാളെ ചെയ്യാം. നിന്റെ കൈ വേദനിക്കും. ഞാനെന്താ കുഞ്ഞാണോ? നിദ്ര ചുണ്ട് കൂട്ടിക്കൊണ്ട് ചോദിച്ചു. അതെ, എൻ്റെ കുഞ്ഞു പെണ്ണ, അവൻ പെട്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും നിദ്രയുടെ കവൾ ചെറുതായി ചുവന്നു. അതിനിടയിൽ അവൻ കൈകൊണ്ട് ഹാർട്ട് സിമ്പിളൊക്കെ കാണിച്ചു ചുണ്ട് കൂർപ്പിച്ച് മുത്തം പറത്തി വിടുന്നുണ്ട്. നിദ്രയാണെങ്കിൽ നാണത്തോടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കി അവനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. നീ ഇങ്ങോട്ട് വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഷോൺ മുകളിൽ നിന്നും പറഞ്ഞു. എന്താ പറ? നിദ്ര ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. അതെങ്ങനെ പറയാൻ പറ്റില്ല, ഇവിടെ വന്നാ പറയാം. ഇപ്പോൾ വരാൻ പറ്റില്ല. വന്നേ പറ്റൂ. ആ നേരത്താണ് സാർ അകത്ത് നിന്നും നിദ്ര എന്ന് വിളിച്ചു കൂവുന്നത് അവൾ കേൾക്കുന്നത്. അയ്യോ മമ്മി എന്നും പറഞ്ഞ് നിദ്ര അങ്ങോട്ട് ഓടി. അടുക്കള ഭാഗത്തെ വരാന്തയിൽ സാറ നിൽപ്പുണ്ടായിരുന്നു. കഴിഞ്ഞില്ല നിന്റെ അടിച്ചുവാരൽ? എത്ര നേരായി? കൈ മുഖവും കഴുകി പെട്ടെന്ന് ഇങ്ങോട്ട് വാ, അടുക്കളയിലെ 100 കൂട്ടം ജോലി കിടക്കുക എന്നും പറഞ്ഞ് സാറ അകത്തേക്ക് പോയി. പിന്നെ തിരുമ്പ ജോലി തരാൻ ഞാനെന്താ കുപ്പിന്ന് വന്ന ഭൂത? എൻ്റെ കെട്ടിയോൻ്റെ മമ്മിയാണല്ലോ എന്ന് കരുതി ഞാൻ അല്പം താഴ്ന്നു തന്നപ്പോൾ തലയിൽ കയറുന്നു.
നിദ്ര അവരുടെ പോക്ക് നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അതെ സാറാമോ, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഹെഡ് മാഷാണ് ഞാൻ. എന്നോടുള്ള പെരുമാറ്റം ഞാൻ 2 ദിവസം കൂടി നോക്കും. എന്നിട്ടും മാറ്റമില്ലെങ്കിലേ അങ്ങോട്ടുള്ള പെരുമാറ്റവും അതുപോലെ ആയിരിക്കും. നിദ്രയുടെ യുദ്ധമുറകൾ സാറ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞ് മുഖവും കൈയും കാലും കഴുകി അവൾ അകത്തേക്ക് നടന്നു. അടുക്കളയിലെത്തിയ നിദ്രയെ സാറ ഒന്ന് നോക്കി. സാറയുടെ മുഖത്ത് ഒരു ലോഡ് ഗൗരവത്തിൻ്റെ കാര്യത്തിൽ പിന്നെ മമ്മിയും മോനും കണക്കാ എന്ന് മനസ്സിൽ പറഞ്ഞു നിദ്ര അവരെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് കുക്കിംഗ് ഒക്കെ അറിയോ എന്നുള്ള സാറയുടെ ചോദ്യം കേട്ട് നിദ്ര ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നിന്നു. ഇതിപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ ചില ഉഡായിപ്പ് മരുമക്കൾ അറിയും എന്ന് പറഞ്ഞ് പിന്നെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. കള്ളം പറഞ്ഞ് റിസ്ക് എടുക്കണ്ട. അറിയാന്ന് പറഞ്ഞ പഞ്ചാബി ഹൗസിലെ രമണനെ പോലെ പണിയെടുത്ത് പണ്ടാരടങ്ങേണ്ടി വരും. ഇനിയിപ്പോൾ അറിയില്ലെന്ന് പറഞ്ഞാൽ കുക്കിംഗ് ആയതിനാൽ നീ ആദ്യം ചെയ്ത് പഠിക്ക് എന്ന് പറയില്ലല്ലോ. സാധനങ്ങളൊക്കെയും വേസ്റ്റ് ആവില്ലേ. ആവോ ആശ്വാസം. അതുകൊണ്ട് ഒന്നും നോക്കണ്ട, അറിയില്ലെന്ന് പറഞ്ഞേക്കാം എന്ന് മനസ്സിൽ പറഞ്ഞു. നിഷ്കുവായി അറിയില്ലെന്ന് പറഞ്ഞു. ഓ, അപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ? സാര മുഖം ചുളിച്ചു. ഇല്ല മമ്മി പഠിപ്പിച്ചു തന്നാൽ മതി, ഞാൻ എല്ലാം പഠിച്ചോളാം, അവൾ നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു. ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും, ചിക്കൻ കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞു വെക്ക്. സാറയത് പറഞ്ഞതും നിദ്ര ഉള്ളിലൂറിയ ചിരി മറച്ചു പിടിച്ചു. ശരി എന്ന പോലെ തലയനക്കി. ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെയും ഇരിക്കുന്ന സ്ഥലമൊക്കെയും സാറ അവൾക്ക് പറഞ്ഞു കൊടുത്തു. നിദ്ര വുടൻ കട്ടിയും ബോർഡ് എടുത്ത് കഴുകി ഉള്ളി അരിയാൻ തുടങ്ങി. ആ നേരത്താണ് റബേക്ക അങ്ങോട്ട് വരുന്നത്. നിദ്രയ്ക്ക് അവളൊരു പുഞ്ചിരി നൽകിയപ്പോൾ തിരികെ നിദ്രയും റബേക്കയെ നോക്കി ചിരിച്ചു. തൻ്റെ ജോലി തുടർന്നു. റബേക്ക മകിൽ നിന്ന് ഒരു കപ്പിലേക്ക് കോഫി പകർന്ന് കൗണ്ടർ ടോപ്പിന് മേലെ ഇരുന്ന് സാറയോട് സംസാരിച്ചുകൊണ്ട് കോഫി കുടിക്കാൻ തുടങ്ങി. സാറ ദോശ ചുട്ടെടുക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ആൻറ്റി. ഗുഡ് മോർണിംഗ് റബേച്ചി. ശബ്ദം കേട്ട് എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കി. മുട്ടിന് മുകളിൽ മാത്രം വരുന്ന ഷോർട്ട്സും ലൂസ് ടീഷർട്ടും ധരിച്ച് നിൽക്കുന്ന ലിയയെ കണ്ടതും സാറയുടെ മുഖത്തെ പുഞ്ചിരി ഒന്ന് മങ്ങി. ഒരു നിമിഷം ഒന്നും പറയാതെ അവൾ ദോശ മറിച്ചിട്ടു. പക്ഷെ കണ്ണിലെ ചെറിയ അസ്വസ്ഥത മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. റബേക്ക ലിയയെ മൊത്തത്തിലൊന്ന് നോക്കി. പിന്നെ ആ നോട്ടം സാറയിലേക്ക് നീങ്ങി നിന്നു. സാറയുടെ മുഖഭാവം കണ്ടതും അവൾക്ക് കാര്യം മനസ്സിലായ പോലെ തോന്നി. ഗുഡ് മോർണിംഗ് മോളെ. സാറ സാധാരണ പോലെ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും ശബ്ദത്തിൽ ചെറിയൊരു കഠിനത ഉണ്ടായിരുന്നു. ലിയ കൗണ്ടർ ടോപ്പിന് അരികിലേക്ക് നടന്നു. നിദ്രയെ നോക്കി ലിയ പുഞ്ചിരിച്ചു. നിദ്ര ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഗുഡ് മോർണിംഗ് ചേച്ചി, ഞാൻ സഹായിക്കണോ? ഉള്ളി അരിയുന്ന നിദ്രയെ നോക്കി ലിയ പറഞ്ഞതും നിദ്ര തിരികെ അവളെ നോക്കി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തു. അയ്യോ മോൾ അതൊന്നും ചെയ്യേണ്ട മോളെ, മോൾക്ക് അതൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. സാറ സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ട് ലിയോട് പറഞ്ഞു. ലിയ അവരെ നോക്കി പുഞ്ചിരിച്ചു. മോളെ എന്ന് വിളിച്ച് സാറ ലിയോട് സ്നേഹത്തോട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ നിദ്രയ്ക്ക് ഉള്ളിലെന്തോ വേദന തോന്നി. വാവ് ആൻറ്റി, ദോഷമാണോ? ഞാൻ വിശന്ന് ചാവാറായിട്ടോ. ഫുഡ് റെഡിയായോ ആൻറ്റി? ഇപ്പം റെഡിയാകും മോളെ. അല്ല മോളെന്താ എന്നെ ഇപ്പോഴും ആൻറ്റി എന്ന് വിളിക്കുന്നത്? മമ്മി എന്ന് വിളിക്കൂ കുട്ടി. സാറ പറഞ്ഞത് കേട്ടതും ലിയ ഉറക്കെ ചിരിച്ചു. മോളെന്താ ഇങ്ങനെ ചിരിക്കുന്നത്? സാർ ഒരു തരം വല്ലായ്മയോട് ചോദിച്ചു. പിന്നെ ചിരിക്കാതെ ആൻറ്റി, എനിക്ക് മമ്മി എന്ന് വിളിക്കാൻ വീട്ടിലൊരാളില്ലേ, ഡെയ്സി. അവരെ മാത്രമേ ഞാൻ മമ്മീന്ന് വിളിക്കാറുള്ളൂ. അല്ലാതെ വഴിയെ പോണവരൊക്കെ മമ്മീന്ന് വിളിച്ചാൽ എൻ്റെ മമ്മിക്കത് ഫീൽ ആവില്ലേ? മമ്മിക്കത് ഇഷ്ടവുമില്ല. ലിയയുടെ സംസാരം കേട്ട് സാറയും റബേക്കയും മുഖത്തോട് മുഖം നോക്കിയപ്പോൾ നിദ്രയ്ക്ക് ശരിയാണ് വന്നത്. തള്ളക്ക് അത് തന്നെ വേണം. കെട്ടിയോൻ്റെ മമ്മിയാണെന്ന് മറന്നുകൊണ്ട് നിദ്ര ഒരു നിമിഷം മനസ്സിൽ പറഞ്ഞു. മോളെ, അത് പിന്നെ വഴിയിൽ പോകുന്നവരെ പോലെയാണോ ഞാൻ റോണിയുടെ മമ്മിയല്ലേ. അപ്പം പിന്നെ മോളും അങ്ങനെയല്ലേ വിളിക്കേണ്ടേ? എന്തിന്? റോണി എൻ്റെ മമ്മി ആൻറ്റി എന്നല്ലേ വിളിക്കുന്നത്? അത് തന്നെയാണ് എനിക്കും ഇഷ്ടം. ലിയ അത് പറഞ്ഞതും സാറയുടെ വാ അടഞ്ഞു. ഉള്ളി മുറിക്കുന്നതിനിടയിൽ ശ്രദ്ധ തെറ്റിയതുകൊണ്ടാവാം അതിനിടയിൽ നിദ്രയുടെ കൈയൊന്ന് മുറിഞ്ഞു. അവളിൽ നിന്നും നേരിയ ആർത്തനാദം ഉയർന്നു. വേദന കൊണ്ട് നിദ്രയുടെ മുഖം ചുളിഞ്ഞു. കയ്യിൽ നിന്നൊഴുകുന്ന ചോര കണ്ടതും അവൾ പെട്ടെന്ന് വിരൽ മുറുക്കി പിടിച്ചു. സാറയുടെയും റബേക്കയുടെയും ലിയയുടെയും ശ്രദ്ധ അങ്ങോട്ട് നീണ്ടു. വിരൽ നന്നായി മുറിഞ്ഞിരുന്നതുകൊണ്ട് ചോര നിർത്താതെ ഒലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ലിയ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടി. അയ്യോ ചേച്ചി, നല്ലോണം മുറിഞ്ഞല്ലോ. ലിയയുടെ ശബ്ദത്തിൽ പേടി നിറഞ്ഞിരുന്നു. കത്തി പിടിക്കുമ്പോൾ എന്താ ഇത്രമാത്രം ആലോചിച്ച് കൂട്ടിയത്? സാറ ചെറുതായി ശ്വാസിക്കുന്നത് പോലെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചില്ല, അവൾ പതിയെ പറഞ്ഞു. ആ നേരത്താണ് ഷോൺ അങ്ങോട്ട് വരുന്നത്. ഷോണിനെ കണ്ടതും നിദ്ര തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു. നിദ്രയുടെ മുഖത്തെ പതർച്ചയും ബാക്കി മൂവരും നിദ്രയുടെ അരികിൽ വട്ടം നിൽക്കുന്നത് കണ്ടതും ഷോൺ കാര്യം തിരക്കി. ചേച്ചിയുടെ കൈ മുറിഞ്ഞു, നല്ല ഡീപ്പായിട്ട് മുറിഞ്ഞിട്ടുണ്ട്.
ലിയാണത് പറഞ്ഞത്. ഷോണിൻ്റെ നോട്ടം നിദ്രയിലെത്തി നിന്നു. അവളുടെ വിരലിലൂടെ എപ്പോഴും ചോര ഒഴുകുന്നുണ്ടായിരുന്നു. കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും വേദന അടക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അവൾ തൻ്റെ അതരം കടിച്ചു നിന്നു. നിദ്ര. അവൻ്റെ ശബ്ദം പതിഞ്ഞതെങ്കിലും അതിലൊരു ഭയം കലർന്നിരുന്നു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് നടന്നു. ആ കൈയിങ്ങ് കാണിക്ക്. ശ്വാസിക്കുന്നത് പോലെയായിരുന്നു സ്വരം, പക്ഷേ കണ്ണുകളിൽ മുഴുവനും പരിഭ്രമം. ഒന്നുമില്ല, ചെറിയതാ, നിദ്ര പതിയെ പറഞ്ഞു. കൈ പിന്നിലേക്ക് വലിക്കാൻ നോക്കിയെങ്കിലും ഷോൺ അനുവദിച്ചില്ല. ചെറിയതോ? അവൻ അവളുടെ വിരൽ പിടിച്ചു നോക്കിയതും നെറ്റി ചൊളിഞ്ഞു. ഇതാണോ ചെറിയ മുറിവ്? ചോര നിൽക്കുന്നില്ലല്ലോ. അവൻ ഉടനെ സിങ്കിനടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി ടാപ്പ് തുറന്നു. തണുത്ത വെള്ളം മുറിവിൽ പതിഞ്ഞതും നിദ്ര വേദന കൊണ്ട് ചെറുതായി വിറച്ചു. വേദനിക്കുന്നു. അവൾ അറിയാതെ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു. ഒന്നുമില്ല, അവൻ മൃദുവായി പറഞ്ഞു. ഇത്രയും ശ്രദ്ധയില്ലാതായി പോയല്ലോ നിനക്ക്. അവൻ്റെ ശ്വാസന കേട്ടെങ്കിലും സ്വരത്തിലെ പേടി നിദ്രയ്ക്ക് വ്യക്തമായിരുന്നു. അവൻ നിദ്രയും കൂട്ടി മുറിയിലേക്ക് നടന്നു. ഒരു വിരൽ മുറിഞ്ഞതിന് ഇത്രയും പ്രയോജനം വേണോ? അവരുടെ പോക്ക് നോക്കിക്കൊണ്ട് സാറ പറഞ്ഞു. എന്താ ആ പറച്ചിൽ ലിയയ്ക്ക് ഇഷ്ടമായില്ല. അവളുടെ മുഖം ചുളിഞ്ഞു. അവളും മുറിയിലേക്ക് നടന്നു. എടി റബു, ആ അരിഞ്ഞു വെച്ച സവാള എടുത്തേ, നീ ചിക്കൻ കറി ഉണ്ടാക്ക്, സാറ പറഞ്ഞു. എനിക്കെങ്ങും വയ്യ. മമ്മിയോട് ഞാൻ പറഞ്ഞോ ജാൻസി ചേച്ചിയെ പറഞ്ഞു വിടാൻ? എനിക്ക് അവിടെയും പണിയാ, ഇനിയിപ്പോൾ ഇവിടെയും കൂടി ഞാൻ പണിയെടുക്കണമായിരിക്കും എന്ന് പറഞ്ഞ് റബീക്ക അകത്തേക്ക് നടന്നു. സാറ ദേഷ്യം മുഴുവൻ അടുക്കളയിലെ പാത്രങ്ങളോട് തീർത്തു. മുറിയിലെത്തിയതും ഷോൺ ആദ്യം ഡോർ അടച്ചു ലോക്കിട്ടു. നിദ്ര കട്ടിലിൻ്റെ അരികിൽ ഇരിക്കുകയായിരുന്നു. വിരലിൽ ഇപ്പോഴും ചെറുതായി ചോര ഊറുന്നുണ്ടായിരുന്നു. കൈ ഇങ്ങോട്ട് കാണിക്ക്, ഷോൺ ശാന്തമായി പറഞ്ഞു. ഇച്ഛായ ചെറുതായിട്ട് മുറിഞ്ഞതാ. നിദ്ര വേദന മറക്കാൻ ശ്രമിച്ചുവെങ്കിലും ശബ്ദത്തിൽ ചെറിയ വിറയലുണ്ടായിരുന്നു. ചെറുതോ വലുതോ ഞാൻ നോക്കിക്കൊള്ളാം, അവൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് അവൻ അവളുടെ അരികിലിരുന്നു. നിദ്രയുടെ വിരൽ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചു പിടിച്ച് ആദ്യം കോട്ടൺ കൊണ്ട് ചോര തുടച്ചു. മരുന്ന് തൊട്ടതും നിദ്ര ഒന്ന് എരിവലിച്ചു. നീറ്റുന്നു. അവൾ കണ്ണു മുറുക്കി. കുറച്ച് സഹിക്ക് പെണ്ണെ. ഷോൺ സാവധാനം അവളുടെ കയ്യിൽ ഊതി കൊടുത്തു. അന്നേരം നിദ്രയുടെ കണ്ണുകൾ അവൻ്റെ മുഖത്തുകൂടെ ഒഴുകി നടന്നു. അവൻ്റെ ശ്രദ്ധ മുഴുവൻ അവളുടെ മുറിവിലായിരുന്നു. ബാൻഡേജ് കെട്ടിക്കൊടുക്കുമ്പോഴും ഇടയ്ക്ക് തലയുയർത്തി അവളുടെ മുഖം നോക്കും. ഇത്ര ശ്രദ്ധയില്ലാതെ ഉള്ളി അരിയാൻ ആരാ പറഞ്ഞ്? അവൻ ചെറുതായി ശ്വാസിച്ചു. നിദ്ര ചുണ്ടു ചുളിച്ചു. ഞാൻ ശ്രദ്ധിച്ചിരുന്നല്ലോ, അറിയാതെ പറ്റിപ്പോയതാ. ഇനി കത്തിയെടുക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അത് കേട്ടതും നിദ്രയുടെ മുഖത്ത് ചെറുപുഞ്ചിരി വിരിഞ്ഞു. ബാൻഡേജ് കെട്ടി തീർന്ന ശേഷം അവൻ അവളുടെ കൈ സാവധാനം പിടിച്ചു നോക്കി. ഇനി വെള്ളത്തിലധികം നനക്കണ്ട. നിദ്ര അവനെ നോക്കി ചെറുതായി ചിരിച്ചു. ഡോക്ടർ ഷോൺ, താങ്ക്സ്, നിദ്ര നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. മിസ്സിസ് ഷോൺ, എനിക്കേ താങ്ക്സ് വേണ്ട, ഫീസ് മതി. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എന്ത് ഫീസ്? അന്നേരം അവൻ ഉമ്മത എന്ന പോലെ തൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് കാണിച്ചു. നിദ്ര ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പിന്നെ ചിരി ഒളിപ്പിക്കാൻ പറ്റാതെ അതിനും കടിച്ചു. ആഹാ, ഇതാണോ ഡോക്ടറുടെ ഫീസ്? അവൾ കണ്ണു ചുരുട്ടി ചോദിച്ചു. അതേ മാഡം, ഷോൺ ഗൗരവം നടിച്ച് പറഞ്ഞു. നിദ്ര അവനെ ഒരു നിമിഷം നോക്കി നിന്നു. പിന്നെ ചെറുതായി അടുത്ത് വന്ന് ലജ്ജയോടെ അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തി. അകന്നു മാറാനൊരുങ്ങിയതും ഷോൺ അവളുടെ വയറിലൂടെ വട്ടം ചുറ്റി പിടിച്ചു. അതിനിടയിൽ ഷോണിനൊരു കോൾ വന്നു. അവൻ ബാൽക്കണിയിലേക്ക് നടന്നു. നിമിഷങ്ങൾ കടന്നുപോയി. പുറത്ത് മഴ പെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ് നിദ്ര ബാൽക്കണിയിലേക്ക് നടക്കുന്നത്. അപ്പോഴേക്കും ഷോണിൻ്റെ ഫോൺ സംസാരം കഴിഞ്ഞിരുന്നു. ബാൽക്കണിയിലെത്തിയ നിദ്ര ഒരു നിമിഷം നിന്നു. പുറത്ത് മഴ താളമിട്ട് പെയ്യുകയായിരുന്നു. തണുത്ത കാറ്റ് അവളുടെ മുഖത്തെ തഴുകി. ബാൽക്കണിയിലെ റെയിലിങ്ങിൽ ചാരി നിന്ന് മഴ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷോൺ അവളുടെ കാലടി ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? കൈ നനയും, അവൻ പറഞ്ഞു. നിദ്ര തല ചരിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. മഴ കണ്ടിട്ടേ അകത്തിരിക്കാൻ പറ്റിയില്ല. ഷോൺ ചെറുതായി ചിരിച്ചു. ഒരു നിമിഷം ഇരുവരും ഒന്നും പറയാതെ മഴ നോക്കി നിന്നു. ഇടയ്ക്കിടെ മിന്നൽ ആകാശം കീറിപ്പോയി. മഴത്തുള്ളികൾ കാറ്റിനൊപ്പം ബാൽക്കണിക്കുള്ളിലേക്കും ചിതറി വീണു. നിദ്ര ഷോണിനോട് പറ്റിച്ചേർന്ന് നിന്നു. കൈ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഷോൺ അവളുടെ ബാൻഡേജ് ചെയ്ത കൈയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് വേദനയുണ്ട്. അതേ ഇച്ചായ, ഈ കൈയും വെച്ച് എങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പോവുക? നിദ്ര ഒന്ന് എറിഞ്ഞു നോക്കി. കൊള്ളൂന്നറിയാലോ. ഒരു കൈ മുറിഞ്ഞതിന് ട്രിപ്പ് ക്യാൻസൽ ചെയ്യാനോ? നിനക്കെന്താ പെണ്ണെ? എന്തായാലും കൂടെ ഡോക്ടറായ ഞാനില്ലേ? ഷോൺ അവളെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. താഴെ ഗാർഡനിൽ റോണി മഴ നനഞ്ഞുകൊണ്ട് തൻ്റെ വണ്ടി കഴുകുന്നുണ്ട്.
അന്നേരാണ് ലീ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ഇരുവരും ഒരുമിച്ച് മഴ നനഞ്ഞു തുടങ്ങി. നിക്കറും ധരിച്ച് മഴ നനയുന്ന ലീയെ വരാന്തയിൽ നിന്നുകൊണ്ട് നോക്കി കാണുകയാണ് സാറയും റബേക്കയും. റബേക്കയ്ക്ക് ഒന്നും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. മമ്മി, ആ പരിഷ്കാര പെണ്ണ് എന്തായി കാണിക്കുന്നേ? റോഡിൽ പോകുന്നവരൊക്കെ കാണില്ലേ? ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുക. ഇവിടെ ഇപ്പോൾ ഷോണും ആൽബിജാനൊക്കെ ഇല്ലേ? ആ കുട്ടി നിക്കറിട്ട് നടക്കരുതെന്ന് മമ്മി പറയണം. റബേക്ക സാറയോട് പതിയെ പറയുന്നുണ്ട്. അതിന് ഞാനെന്ത് ചെയ്യാനാടി? എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ആ കൊച്ചു വളർന്ന ജീവിത രീതി അങ്ങനെ ആയിരിക്കും. നമ്മൾ കണ്ണടച്ച് നിന്നാൽ മതി. ഓഹ്, മമ്മി തലയിൽ കയറ്റി വെച്ചോ, റബേക്ക ഇത്തിരി കനപ്പിച്ച് പറഞ്ഞു. അന്നേരാണ് ഡാനിയൽ അങ്ങോട്ട് വരുന്നത്. മുറ്റത്തെ സീന് കണ്ട് ഡാനിയൽ വാ പൊളിച്ച് നിന്നു. പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടുണ്ട്, ഇതെന്തോന്ന് തൂക്കൽ? ഡാനിയൽ ഒരു ഈണത്തിൽ പറഞ്ഞു. എൻ്റെ സാറ, കൊച്ചിനോട് ആ ഉടുപ്പ് മാറിയിടാൻ പറ. അതെ, നിങ്ങൾ അധികം അങ്ങോട്ട് നോക്കണ്ട. സാറ മുഖം കോട്ടി. റോണി, എന്ത് രസാല മഴ നനയാൻ. താഴെ നിന്നുള്ള ശബ്ദം കേട്ട് നിദ്രയും ഷോണും അങ്ങോട്ട് നോക്കി. ഇവളെന്താ മഴ കണ്ടിട്ടില്ലേ? ആസ്വദിച്ചു മഴ നനയുന്ന ലീയെ നോക്കി ഷോൺ പറഞ്ഞു. മഴ കണ്ട ആർക്കാ ഇച്ഛായ ഒന്ന് നനയാൻ തോന്നാത്തെ? നിദ്ര ലീയയിലേക്ക് നോട്ടം പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ കുഞ്ഞിന് മഴ നനയാൻ ഇഷ്ടാ? ഷോണിൻ്റെ ചോദ്യം കേട്ട് അവൾ അതേ എന്ന പോലെ തലയനക്കി. നിന്റെ ഈ ആഗ്രഹം ഞാൻ വൈകാതെ സാധിച്ചു തന്നിരിക്കും. പക്ഷെ അന്നേരം ഞാനും നീയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, മറ്റാരും വേണ്ട. അതിന് പറ്റിയൊരിടമുണ്ട്. നമുക്ക് ഒരു ദിവസം അങ്ങോട്ട് പോവാം. ആദ്യം ഈ ട്രിപ്പൊന്ന് കഴിയട്ടെ. നിദ്ര ഒരു നിമിഷം അവനെ നോക്കി. അവൻ്റെ വാക്കുകളിലെ അർത്ഥം മനസ്സിലായതും കവളുകൾ ചെറുതായി ചുവന്നു. പുറത്ത് മഴ ശക്തിയായി പെയ്യുകയായിരുന്നു. മഴത്തുള്ളികളോട് കളിച്ചു ചിരിക്കുന്ന ലീയെ നോക്കിക്കൊണ്ട് നിദ്ര വീണ്ടും പുറത്തേക്ക് കണ്ണോടിച്ചു. ഷോൺ ചേട്ടാ, ചേച്ചിയും കൂട്ടി ഇങ്ങോട്ട് പോര്, നല്ല രസമുണ്ട് കേട്ടോ. വായിച്ചായ, റോണി വിളിച്ച് പറഞ്ഞു. ഹേയില്ല, നിങ്ങൾ എൻജോയ് ചെയ്യും എന്നും പറഞ്ഞ് ഷോൺ നിദ്രയെ ചേർത്ത് പിടിച്ചു. ലിയയുടെ ഡ്രസ്സ് ശരീരത്തോട് ഒട്ടിത്തുടങ്ങി. ഇല്ലെങ്കിലേ നിക്കറിട്ടാണ് തുള്ളുന്നത്. ഒരു നിമിഷം നിദ്രയുടെ ഉള്ളിലെ ഭാര്യ ഉണർന്നു. നിദ്ര ഷോണിൻ്റെ കണ്ണ് പൊത്തി. എടി, എന്തായി കാണിക്കുന്നേ? അതെ, ഇനി അധികം അങ്ങോട്ട് നോക്കണ്ട. അതെന്താ? അവളുടെ കൈ എടുത്ത് മാറ്റിക്കൊണ്ട് ഷോൺ ചോദിച്ചു. അതങ്ങനെയാ എന്നും പറഞ്ഞവൾ അവന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. അവളേക്കാൾ എത്രയോ നീളം കൂടുതലുള്ള അവന് മുന്നിൽ തടസ്സം നിന്നിട്ട് എന്ത് കാര്യം? അവൻ്റെ നോട്ടം കൃത്യമായി താഴേക്ക് എത്തുന്നുണ്ട്. കാര്യം മനസ്സിലായ ഷോൺ നിദ്രയൊന്ന് നോക്കി. ആഹാ, എന്ത് രസാലേ കാണാൻ, ഷോൺ ചിരിയോടെ പറഞ്ഞു. എന്ത് രസം? നിദ്രയുടെ മുഖഭാവം പൊടുന്നനെ മാറി. അല്ല, ഈ മഴയെ, ഷോൺ ഒരു ഈണത്തിൽ പറഞ്ഞു. മതി മഴ നോക്കിയത് എന്നും പറഞ്ഞ നിദ്ര അവനെ ഉന്തി തള്ളി അകത്തേക്ക് നടന്നു. എടി, ഞാൻ മഴ കാണട്ടെന്ന്. മതി കണ്ടത്. അതെ നിദ്ര, ആ കുട്ടി നിക്കറില്ലേ, അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. മുറിയിലെത്തിയതും ഷോൺ നിദ്രയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോൾ എന്നും നിക്കറായിരിക്കും എന്തോ. അതുകൂടി ആയത് നിദ്ര അവനെ ദേഷ്യത്തോടെ ബെഡിലേക്ക് പിടിച്ചു തള്ളി. വൃത്തികെട്ടവൻ, അവൾ പിറുപിറുത്തു. അവളുടെ ആ ദേഷ്യം കാണവേ ഷോണിന് ചിരി വന്നു. അതെ, നിന്നെ അതുപോലെയൊക്കെ കാണാനേ എനിക്ക് നല്ല പൂതിയുണ്ട്. എൻ്റെ ആഗ്രഹം എപ്പോഴാ സാധിച്ചു തരുന്നേ? ഇപ്പോഴാണെങ്കിൽ എൻ്റെ ഒരു നിക്കറുണ്ട്, തന്നായിടുമോ? നിനക്ക് പാകാകുമോയെന്നറിയില്ല. ഷോൺ ചിരിക്കാതിരിക്കാൻ പാടുപെട്ടു. നിദ്ര ഒറ്റ കൈ കൊണ്ട് പില്ലോ എടുത്ത് അവനെ തല്ലി. അന്നേരം അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു തൻ്റെ നെഞ്ചിലേക്കിട്ടു. എൻ്റെ കൈ! അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ഓ സോറി, ഞാനത് മറന്നു. പെണങ്ങല്ലേ പൊന്നെ, ഇത്രയും സുന്ദരിയായ ഭാര്യ ഉണ്ടാകുമ്പോൾ ഞാൻ എന്തിനു മറ്റുള്ളവരെ നോക്കണം? ഈ കാഴ്ചയോളം വരില്ല ഒന്നും. മഴയും നീയും ഈ നിമിഷവും, ഇതിൽ കൂടുതൽ എനിക്ക് വേറെ എന്താ വേണ്ടേ? ഷോൺ അത് പറഞ്ഞതും നിദ്രയുടെ ശ്വാസം ഒന്ന് വിറച്ചു. മഴയുടെ തണുപ്പിനേക്കാൾ അവൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തെ തണുപ്പിച്ചു. അവൻ അവളുടെ അധരങ്ങൾ മൃദുവായി നുണഞ്ഞു തുടങ്ങി. തുറന്നു കിടക്കുന്ന ജനാലയിലൂടെ ഒരിളം കാറ്റ് വന്ന് അവരെ തൊട്ട് തലോടി. ചുംബന തീവ്രത കൂടിയതും അവൻ്റെ കൈവിരലുകൾ അവൻ്റെ ടോപ്പിനുള്ളിലേക്ക് അരിച്ചിറങ്ങി. പുറത്ത് മഴ ശക്തിയാർജിച്ചു. താഴെ മന നനഞ്ഞുകൊണ്ടിരിക്കുന്ന ലിയ ഡാനിയലിൻ്റെയും സാറയുടെയും റബീക്കയുടെ അരികിലേക്ക് വന്നു. അങ്കിൾ വാ, മഴ നനയാം, ലിയ ഡാനിയലിനോട് പറഞ്ഞു. ഏയ് വേണ്ട, മോള് നനഞ്ഞു എന്നും പറഞ്ഞ് അയാൾ അകത്തേക്ക് പോയി. എന്നാ നിങ്ങൾ വാ എന്നും പറഞ്ഞ ലിയ സാറയുടെയും റബീക്കയുടെയും കൈയും പിടിച്ച് മഴയിലേക്ക് ഇറങ്ങി. രണ്ടുപേര് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ലിയ വിട്ടില്ല. ആകെ നനഞ്ഞ റബീക്ക സാറയെ തുറച്ചു നോക്കി. ഉള്ളിലെ ദേഷ്യം കടിച്ചമർത്തി അവൾ അകത്തേക്ക് നടന്നു. ഇഷ്ടമില്ലാഞ്ഞിട്ടും സാറ അവളുടെ കൂടെ നിന്ന് മഴ നനഞ്ഞു. നിദ്രയ്ക്കുള്ള ഭക്ഷണവുമായി ഷോൺ മുറിയിലേക്ക് നടന്നു.
അവൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. അവനും കഴിച്ചു. അവൻ്റെ ആ കെയറിങ് അവളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നിധിക്ക് വേണ്ടി അവനോട് താൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ അവൾ സ്വയം ചോദിച്ചു. ഭക്ഷണം കഴിഞ്ഞ് ലിയയും റോണിയും മണാലിയിലേക്ക് യാത്ര തിരിച്ചു. കാറിലായിരുന്നു അവരുടെ യാത്ര. വൈകുന്നേരത്തോടെ ഷോണും നിദ്രയും ഡ്രസ്സൊക്കെയും പാക്ക് ചെയ്ത് തുടങ്ങി. 7 മണിക്കാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇപ്പോൾ സമയം 5 കഴിഞ്ഞു. ഷോൺ വാർഡ്രോബിൽ നിന്നും കുറച്ച് ഡ്രസ്സ് എടുത്ത് നിദ്രയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ ട്രോളി ബാഗിൽ വെക്കാൻ പറഞ്ഞു. നിദ്രയുടെ കയ്യിൽ നിന്നും അതിലൊരെണ്ണം താഴെ വീണു. അവളത് കയ്യിലെടുത്തതും പകച്ചുപോയി അവളുടെ ബാല്യം. ബാക്കി കൂടി അവൾ തുറന്നു നോക്കി. എല്ലാം ഹോട്ട് നൈറ്റ് വെയർ ആണെന്ന് കണ്ടതും നിദ്രയുടെ ഉള്ളിൽ ഒരു തരം വിറയൽ പാഞ്ഞു. ഷോണിനെ ഇടങ്ങണ്ണിട്ട് നോക്കി അവൾ അതെടുത്ത് ബാഗിൽ വെച്ചു. അവളുടെ അന്നേരത്തെ വെപ്രാളം കണ്ട് ഷോണിന് ചിരി വന്നു. നിദ്രയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായി തുടങ്ങി. ഒടുവിൽ ട്രിപ്പ് മുടക്കാൻ നിദ്ര അവസാന അടവ് എടുക്കാൻ തീരുമാനിച്ചു. ഇച്ചായ, എനിക്കെന്തോ വയറുവേദന എടുക്കുന്നത് പോലെ തോന്നുന്നു. വയറുവേദനയോ? അവൻ അവളുടെ അരികിൽ വന്ന് വയറ് തൊട്ട് നോക്കി. എവിടെയാ വേദന? അവൻ അവളുടെ വയറിൽ അവിടെ എവിടെയോ ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട്. അത് പിന്നെ ഇച്ചായ, എനിക്ക് പീരീഡ്സ് ആവാറായെന്നാണ് തോന്നുന്നത്. ഒരു നിമിഷം അവൻ്റെ മുഖം ചുളിഞ്ഞു. എപ്പോഴാ ഡേറ്റ്? അവന് ചോദിച്ചു. അത് പിന്നെ ഡേറ്റ് ഓർമ്മയില്ലേ? അത് പിന്നെ എനിക്ക് കറക്റ്റ് ഡേറ്റൊന്നും ഉണ്ടാവാറില്ല. ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞതല്ലേ ഡോക്ടർ ഷേളിയെ പോയി കാണാൻ? അന്ന് കേട്ടില്ല. ഷോൺ നെറ്റിത്തടം അമർത്തി ഒഴിഞ്ഞു. ഇച്ചായ, നമുക്ക് ട്രിപ്പ് പോകണോ? പീരീഡ്സ് ആയാലേ ഞാൻ വരില്ല കേട്ടോ. ഇപ്പോൾ ആയില്ലല്ലോ, അവൻ ചോദിച്ചു. അന്നേരം അവൾ തല താഴ്ത്തി നേരെ ചമ്മലോടെ ഇല്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. എന്നിട്ട് ഡോക്ടർ ഷേളിയെ കണ്ടിട്ട് പോവാം. ഇനിയിപ്പോൾ എങ്ങാനും പീരീഡ്സ് ആയാലും ആവട്ടെ, ഒരാഴ്ചക്കാരല്ലേ, ബാക്കി ഒരാഴ്ച കൂടി ഉണ്ടല്ലോ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ വാ പൊളിച്ചു നിന്നു. ഇതേ സമയം താഴത്തെ മുറിയിൽ സാറ മൂടി പുതച്ച് കിടന്നിട്ടുണ്ട്. ട്രിപ്പ് മുടക്കാൻ അവൾ ആവും വിധം നോക്കിയതാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. അതേ ഇച്ചായ, നല്ല തണുപ്പ്, പനി വരാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഈ സമയത്ത് ഷോൺ കൂടി പോയാൽ എങ്ങനെയാ? അവൻ ഡോക്ടറല്ലേ, ഡോക്ടർ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ടല്ലോ, സാറ പറഞ്ഞു. അതിനവൻ ഫിസീഷ്യനൊന്നുമല്ലല്ലോ. പനിക്ക് സർജറി ഒന്നും വേണ്ടി വരില്ലല്ലോ സാറാ. പനി വന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഷോൺ മാത്രമല്ലല്ലോ ഡോക്ടറായിട്ടുള്ളത്. നീ ഇപ്പോൾ അവരുടെ പോക്ക് മുടക്കണ്ട. നിന്നെ മഴയത്ത് വലിച്ചിറക്കിയിട്ട് അവർ പോയല്ലോ, അപ്പോൾ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ കാണിക്കുന്ന പാർഷ്യാലിറ്റി അത് ശരിയല്ല സാറാ. 2 പേരും നമ്മളുടെ മക്കളാ. അവരുടെ ഭാര്യമാരെയും ഒരുപോലെ കാണാനായി ശ്രമിക്കണം. ഡാനിയൽ പറയുന്നത് കേട്ട് സാറ അതിഷ്ടപ്പെടാത്ത മട്ടിൽ മുഖം തിരിച്ചു മിണ്ടാതിരുന്നു. ആ നേരത്താണ് സാറയുടെ ഫോൺ ശബ്ദിക്കുന്നത്. ഫോൺ എടുത്ത് സംസാരിച്ച സാറ അയ്യോ എൻ്റെ പൊന്നമ്മച്ചി എന്ന് പറഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. ഡാനിയൽ കാര്യം തിരക്കി. ഇച്ചായ, അമ്മച്ചി പറമ്പിൽ വീണൂത്രേ, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്ന്. ഈ തള്ളക്ക് വയസ്സാം കാലത്ത് പറമ്പിൽ പോവേണ്ട വല്ല കാര്യമുണ്ടോ? അടങ്ങി ഒതുങ്ങി ഒരു മൂലയ്ക്ക് ഇരുന്നാൽ എന്താ? പിള്ളേരുടെ ഹണിമൂൺ മുടങ്ങിയത് തന്നെ. ഡാനിയൽ നേരം മനസ്സിലോർത്തത് അതാണ്. നമുക്ക് ഇപ്പം തന്നെ പോണം അച്ചായ. ഷോണിനോട് വണ്ടി എടുക്കാൻ പറ. സാറ പറഞ്ഞത് കേട്ട് ഡാനിയലിൻ്റെ മുഖം ചുളുങ്ങി. സാറയുടെ കരച്ചിൽ കേട്ട് ഷോണും നിദ്രയും അങ്ങോട്ട് വന്നു.